നന്ദു, എങ്ങനെയുണ്ട്? കൊള്ളാം. ഈ ഫ്ലോറിന് ഇത്രയും നീളമുള്ള നിലയ്ക്ക് ഇടയ്ക്ക് ഒരു പില്ലറിന്റെ ആവശ്യമുണ്ടാവില്ലേ? വേണ്ട, പില്ലറിന്റെ ആവശ്യമില്ല. ആ സ്ലാബിന്റെ ലോഡ് ആ ബീം താങ്ങിക്കോളും. പണ്ട് ഇവിടെ ഒരു പാടമായിരുന്നു, അതുകൊണ്ട് ഈ സ്ഥലത്ത് എർത്തത്ര നന്നായിരിക്കില്ല. അത് സാരമില്ല, ആവശ്യത്തിനുള്ള ഫൗണ്ടേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡെലിവറിയിലെങ്കിലും ഓപ്പൺ ചെയ്യണമെന്നാണ് ഐസക് മുതലാളി പറഞ്ഞിരിക്കുന്നത്. ആ നന്ദു, നിന്റെ ഗൾഫ് പരിപാടിയൊക്കെ ഉടമ്പടിയായി? ഒന്നും ശരിയായില്ലടേ. അടുത്ത മാസം പോകാമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ കഴിയുന്നു. ആ, അപ്പൊ നിന്റെ കാര്യം രക്ഷപ്പെട്ടു. കോളേജ് പഠിക്കുമ്പോഴുള്ള ആഗ്രഹമായിരുന്നല്ലോ ഫോറിനിൽ പോകണം. നിനക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, കാരണവന്മാര് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. എടാ, നമ്മുടെ ഗോപിയില്ലേ, അവൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. ആ നാറിയുടെ കാര്യം ഒന്നും പറയണ്ട. അലവലാൽ ഒരു എഴുത്തുപോലും അയക്കില്ല. അവന്റെ കല്യാണത്തിനാണ് അവസാനമായിട്ട് ഞാൻ അവനെ കാണുന്നത്. പിന്നെ ഒരു വിവരവും ഇല്ല. എക്സ്ക്യൂസ് മീ. ആ, എന്താ ഓക്കെ, പറഞ്ഞു തുടങ്ങിക്കോളൂ. ആ സലീം, നന്ദുവിനെ അറിയില്ലേ? മനസ്സിലായില്ല. എന്റെ കോളേജ് മേറ്റാ, ഇപ്പൊ PWD എഞ്ചിനീയറാ. ഹലോ, ഇത് സലീം, ഇവിടുത്തെ സൂപ്പർവൈസറാ. അതിലുപരി എന്റെ നൈബറാ. ഞാൻ വരട്ടെ. ആ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. രവി, രാവിലെ ഞാൻ കളക്ടറെ അങ്ങയുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു. ഉച്ച കഴിഞ്ഞ് കളക്ടറേറ്റിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. എല്ലാം ശരിയാവും തോന്നുന്നു. ആ, പിന്നെ താമസിച്ചാൻ വൈകിട്ട് വരില്ല. എന്നാ ഞാൻ പോട്ടെ. പുള്ളി ഏതാ അറിയില്ലേ? ഇതാണ് ഞങ്ങളുടെ മുതലാളി മിസ്റ്റർ ഐസക്. ഓ, ശരി, അപ്പൊ ഞാൻ വരട്ടെ. ഇടക്കൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങടാവേ. നിന്നോട് ഭാര്യയും മോളെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഞാനും അവളും കൂടെ വീട്ടിൽ നിന്നപ്പോ നീ അവിടെ എല്ലാവരും പറഞ്ഞിട്ട് വരണ്ടേ? ആ രവി, ഇന്ദു ഫോൺ ചെയ്തിരുന്നു. മോളെ കോൺവെന്റിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് എല്ലാം പറഞ്ഞു. ആ, ഇന്ദു ഏത് ഹോസ്പിറ്റലിലാണ്? ഇവിടെ അടുത്ത് കുമാരൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. സാരമില്ല, ഇന്നലെ കുറിച്ച് തന്ന മരുന്ന് തന്നെ കഴിച്ചാൽ മതി. അഥവാ പനി കൂടുകയാണെങ്കിൽ ദാ ഈ മരുന്നൂടെ വാങ്ങി കഴിച്ചേക്കൂ. ശരി ഡോക്ടർ. എന്താ ഡോക്ടർ, പോകാറായില്ലേ? രവിയേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഞാനത് മറന്നു. ആ, 42-ലെ ഫാത്തിമയെ ലേബർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോംപ്ലിക്കേറ്റഡ് ആണോ? ഒന്നുമില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞാൽ മതി. ശരി ഡോക്ടർ. ഫോൺ അടിക്കാതെ മോളെ, മോള് ചെന്ന് വിളിച്ചിട്ടോ മമ്മിയെ. ഗുഡ് ഈവനിങ് ആന്റി. ഗുഡ് ഈവനിങ് മോളെ. ആന്റി ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിനി മോളെ. ഗുഡ് ഈവനിങ് ഡോക്ടർ സാർ. ഗുഡ് ഈവനിങ്. മമ്മി എത്ര നേരമായി നോൺ അടിക്കുന്നത്? ആ, ഇപ്പൊ പോവാം മോളെ. അത് ഇവിടെ എന്തൊക്കെയുണ്ട് പറയുന്നത് സാറേ? അങ്ങനെ കഴിഞ്ഞു. മമ്മി വേഗം മമ്മി വിട്.
മമ്മി എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. അതെയോ? മിടുക്കി. എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നേ? വെയിലത്തോടി കളിച്ചോ? ഇല്ല ഡാഡി. എന്താ ഒരു ക്ഷീണം? മമ്മിയോട് എന്തെങ്കിലും ടോണിക്ക് വാങ്ങിച്ചു കഴിക്കണം. എനിക്ക് ടോണിക്കുന്നുണ്ട്. എനിക്ക് നല്ല എനർജിയാ. നീ ആര് കിങ്കോ? ആ കടയുടെ അവിടെ ഒന്ന് നിർത്തും. എന്തിനാ? എനിക്ക് ഒന്ന് രണ്ടു കൂട്ടം സാധനങ്ങൾ വാങ്ങിക്കാൻ. സാധനം വാങ്ങിക്കാൻ കണ്ടൊരു സമയം. സിഗരറ്റ് വന്നോ? എത്ര വേണം? ഒരു കോട്ടൺ. ഒരു ഷേവിംഗ് ക്രീം കൂടെ താ. റസ്മിക്കല്ലേ? ആ, ഒരു കാഡ്ബറീസ് തരൂ. മമ്മി എനിക്കൊരു കാഡ്ബറി. വേണ്ട മോളെ, മധുരമുള്ള ഒന്നും കഴിക്കണ്ട. എന്താ ടീച്ചർ? വേണ്ടാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാവും. അതിനെന്നെ ചികിത്സിക്കാൻ മമ്മിയുള്ളത്. ആ, നിനക്ക് എന്തെങ്കിലും രോഗം വന്നാൽ മമ്മിയെ ചികിത്സിക്കാൻ വേറെ ഡോക്ടറെ നോക്കണം. എന്തായാലും ഇവിടെ അക്കൗണ്ടിൽ എഴുതിക്കോളൂ. ഇതാ മോളെ. നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ രാവിലെ ഗോപാലിനോട്ട് വാങ്ങിപ്പിച്ചാ പോരെ? ചുമ്മാ മനുഷ്യനെ അവനെടുത്ത. തീർത്തും തീർന്നു. ആഹാ, എന്റെ ദുശീലങ്ങളൊക്കെ അല്ല എന്റെ ഹാബിറ്റ്സ് ഒക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ശ്രീമതിയാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. കൊണ്ടുപോവാ, ഞാനൊന്ന് വലിച്ചിരസിക്കട്ടെ. താങ്ക് യു. ഒന്ന് വേഗം ഇറങ്ങുമോളെ. ജമീല, സലീം വന്നില്ലേ? കുളിക്ക്.